വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. മീനൊക്കെ പൊരിക്കുന്ന പോലെ ഇത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വഴുതനങ്ങയാണ്. കുറച്ച് കനത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഒരു 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.